വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തി. വിഷ്ണുവുമായി എലത്തൂർ പോലീസ് സംഘം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ശരിയാണ്. ഗോകുൽ, മകനെ, സൈനികനായ മകനെ, അതായത് ഇടയ്ക്കിടെ മാത്രം വീട്ടിൽ വന്നു നിന്ന് പോകുന്ന മകനെ കാണാതാകുന്നു എന്ന വാർത്ത ആ വീട്ടിലുള്ളവർക്ക് താങ്ങാനാവുന്നതല്ല. ഇപ്പോൾ മകനെ കണ്ടെത്തി എന്നറിയുമ്പോൾ അവർ എന്ത് പ്രതികരിക്കുന്നു? വളരെ സന്തോഷത്തിലാണ് വിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ, അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ഉണ്ട്. ഒരു പുതുവർഷം പിറന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ വർഷത്തെ വരവേൽക്കാൻ സാധിച്ച ഒരു കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം വിഷ്ണുവിൻ്റെ കുടുംബത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. കാരണം കഴിഞ്ഞ 14 ദിവസമായി ഈ അച്ഛനും അമ്മയും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. 17-ാം തീയതിയാണ് വിഷ്ണുവിനെ പൂനെയിൽ നിന്ന് കാണാതായത്. വീട്ടിലേക്കുള്ള യാത്ര 20 ദിവസത്തെ ലീവ് എടുത്ത് വീട്ടിലേക്ക് വരുന്നതിനിടയിലായിരുന്നു വിഷ്ണു മിസ്സാവുന്നത്. അതിനിടയ്ക്ക് കണ്ണൂരെത്തി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ അമ്മേനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് എലത്തൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം പൂനെയിൽ പോയി അവിടെ പരിശോധന നടത്തി, CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ബാംഗ്ലൂരിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി വിഷ്ണുവിനെ ഈ എലത്തൂർ പോലീസ് സംഘത്തിന് കിട്ടുന്നത്. അന്നേരം തന്നെ പോലീസ് സംഘം വിഷ്ണുവിന്റെ കുടുംബത്തെ വിളിച്ചു കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ അമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. അമ്മ, എന്തായിരുന്നു ഇന്നലെ വിഷ്ണുവിനെ കണ്ട സമയത്ത് വിഷ്ണു അത് ആദ്യമേ പറഞ്ഞത്? പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, സേഫാണ് എന്ന് പറഞ്ഞു. പിന്നെ സന്തോഷം, പിന്നെ എന്താ, അതെ, പുതുവർഷത്തിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? പുതുവർഷത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് വരുന്നത്. പിന്നെ വിളിച്ചിരുന്നോ? അത് ഇന്നലെ പുറപ്പെട്ടതിന് ശേഷം വിളിച്ചിരുന്നോ? അവരെവിടെ എത്തിയെന്നു സംബന്ധിച്ചെന്തെങ്കിലും അറിയോ? ഇല്ല, പിന്നെ വിളിച്ചില്ല. എത്ര മണി പുറപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ ഉള്ളൂ. 12:30 പിന്നെ വിളിച്ചില്ല. ചോദിച്ചോ, എന്താ മോനെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നതിനെ പറ്റി ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ഇവിടെ വന്നൊന്ന് കണ്ടാ മതി. നമ്മളെ ഫോണിലല്ല വിളിച്ച, SIന്റെ ഫോണിലാണ്. അപ്പൊ ചോദിക്കാനുള്ള ഇതൊന്നും കിട്ടിയില്ല. അപ്പൊ വിഷ്ണുവിന്റെ അച്ഛൻ കൂടെ ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ഇന്നലെ ശരിക്കും ASI സംസാരിച്ചിരുന്നോ? ഇവിടുന്ന് പോയ പോലീസ് സംഘത്തിലുള്ള CSR ആണ് എന്നെ വിളിച്ചത്. എൻ്റെ നമ്പറിലേക്ക് അമ്മേൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സേഫാണ്. അപ്പോൾ വിഷ്ണു എന്നോട് സംസാരിച്ചു. നല്ല ഹാപ്പിയിലാണ് സംസാരിച്ചത്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല. കാരണം ഇത്രയും ദിവസം തീയതി തന്നെ ആയിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം 100 ഇരട്ടി സന്തോഷം ഇവിടെ പോയ പോലീസ് സംഘത്തോടും എല്ലാവരോടും മീഡിയാസിനോട് പ്രത്യേകിച്ച്. പ്രശ്നങ്ങൾ എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തീർക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കള് നമ്മോട് പറയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്തും ചിന്തിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്നും സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസം പറഞ്ഞത് അല്ലേ? അവൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മോട് ഇതുവരെ പറഞ്ഞില്ല. ഈ നിമിഷം വരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ല. എപ്പോഴായിരുന്നു പോലും ബാംഗ്ലൂർ എത്തി? അതിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇന്നലെ രാത്രി 11:30-12 ആ സമയത്താണ് വിളിച്ചത്. അല്ല, ഈ പൂനെയിൽ നിന്ന് എങ്ങനെയാണ് ബാംഗ്ലൂരേക്ക് എത്തിയത്? അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. അതിപ്പോ സാറ് വന്നാൽ തന്നെ അറിയുള്ളൂ. ഓരോ അന്വേഷണമായിട്ട് പ്ലാൻ ഏതാന്നുള്ളത് അത് ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഇനിയിപ്പോ നമ്മൾ മറ്റൊരു സന്തോഷത്തിലേക്ക് കൂടി കടക്കുകയാണ് അല്ലേ? കല്യാണത്തിന്റെ സന്തോഷത്തിലേക്ക് കൂടി കിടക്കാം. അതിപ്പോ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചല്ലോ അല്ലേ? ജനുവരി 11. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഈ കുടുംബം ഉള്ളത്. നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട സമയത്ത് ഒരു 2-3 മണിക്കൂറിൽ മുത്തങ്ങയിലെത്തി, ഒരു 6 മണിക്ക് ശേഷം മുത്തങ്ങയിലെത്തി എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂറിനകത്ത് തന്നെ വിഷ്ണുവിനെയും കൊണ്ടുള്ള അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്താൻ മതിയാവും. അതിനുശേഷം ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേഷനിലേക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാണ്. വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളായാലും സാമ്പത്തികമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ പറ്റുന്നത്. അതൊക്കെ എന്തൊക്കെയായാലും കൂട്ടമായി ചേർന്നുകൊണ്ട് പരിഹരിക്കുമെന്ന ഒരു ഉറപ്പ് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുടുംബവുമായിട്ട് പങ്കുവെക്കണമെന്നൊരു മുന്നറിയിപ്പും കൂടി വിഷ്ണുവിന്റെ അച്ഛൻ ഈ പുതുവത്സര ദിനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്നു. അതായത് ആകസ്മികമായാണെങ്കിലും വലിയൊരു സന്ദേശം ആ കുടുംബം നൽകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തീ തിന്നുകയായിരുന്നു എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. അപ്പോൾ മകൻ എവിടെയാണെന്നറിയാത്തവരുടെ ഒരു ആശങ്ക, ആവലാതി, അതൊക്കെ ഇന്ന് കണ്ടു. ആ മകനെ കണ്ടെത്തി, അവൻ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു, അതിലുണ്ടാകുന്നൊരു സന്തോഷം. ആ വാക്കുകൾ പലപ്പോഴും വഴിമുട്ടുന്നത് അതുകൊണ്ടാണ്. എന്തു പറയണമെന്ന് അറിയുന്നില്ല. കാരണം മകനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനി വീട്ടിലെത്തുക,
എന്തെങ്കിലും ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. അത് വലിയൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയൂ എന്ന വലിയൊരു സന്ദേശം ആ വാക്കുകളിലുണ്ട്. അതൊരു പുതുവർഷ സന്ദേശമായി സന്തോഷമായി എല്ലാവരിലേക്കും പകരാൻ ആ കുടുംബത്തിന് കഴിയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.